കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന വിഷയമാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ വിഷ്ണു ഗിരീഷാണ് നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. കരളിനെ നമുക്ക് സുരക്ഷിതമായിട്ട് എങ്ങനെ രക്ഷിക്കാം, കാത്തു സൂക്ഷിക്കാം? അപ്പോൾ ഇതിനകത്ത് ആദ്യം ഒരു ദിനചര്യയായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തേത്. അതായത് നമ്മുടെ വെയിറ്റ് കൂടാൻ പാടില്ല. നമ്മുടെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റിൻ്റെ അകത്തുനിന്ന് 100 കുറയ്ക്കുന്നതാണ് നമ്മുടെ ഐഡിയൽ വെയിറ്റ്. അതായത് 160 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ ഐഡിയൽ വെയിറ്റ് 60 കിലോ ആണ്. അപ്പോൾ വെയിറ്റ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ വെയിറ്റ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് പറ്റും? വ്യായാമം. അപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്. അപ്പോൾ വെറുതെ നടക്കുന്നത് നമ്മുടെ ശരീരം തന്നെ എക്സസൈസായിട്ട് കൂട്ടുന്നില്ല. അപ്പോൾ എക്സസൈസ് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയും. അതായത് നമ്മുടെ ജിമ്മിൽ പോയി കുറച്ച് വെയിറ്റ് പൊക്കുക, അല്ലെങ്കിൽ പുഷപ്പ്, സിറ്റപ്പ്, ഇതുപോലത്തെ നമ്മൾ ശരീരഭാരം കൊണ്ടുള്ള എക്സസൈസ് ആയാലും ശരി, അല്ലെങ്കിൽ വെയിറ്റ് പൊക്കുന്നതായാലും ശരി, സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് റിഡക്ഷന് നമ്മൾ സഹായിക്കുക. അപ്പോൾ അങ്ങനെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് നടത്തമൊക്കെ നല്ലതാണ്, പക്ഷേ അതിൻ്റെ കൂടെ ഇതും വേണം. അപ്പോൾ എത്ര വേണമെന്ന് വെച്ചാൽ ഒരു ആഴ്ചയിൽ 150 മിനിറ്റാണ് പറയുക. അതായത് ഒരു 5 ദിവസം ഒരു അരമണിക്കൂർ വെച്ച് എക്സസൈസ് ചെയ്താൽ അത് മതിയാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സസൈസ് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ, നിങ്ങൾ രാവിലെ എണീറ്റിട്ട് രാവിലെ ഒരു വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ പറയുന്നത് ബ്ലാക്ക് കോഫിയാണ്. അതായത് കട്ടൻ കാപ്പി, മധുരം ഇടാണ്ട് അതിൻ്റെ അകത്ത് പാലൊഴിക്കാതെ സാധാരണ കട്ടൻ കാപ്പി ഒരു ദിവസം 2 കപ്പ് വെച്ച് കുടിക്കുന്നത്, മിനിമം 2 കപ്പ് വെച്ച് കുടിക്കുന്നത് നല്ലതായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ ലിവറിൻ്റെ അകത്ത് കൊഴുപ്പ് വരാണ്ടിരിക്കാനും, അഥവാ കൊഴുപ്പുണ്ടെങ്കിൽ അത് ലിവറിൻ്റെ കട്ടി കൂടിയ അവസ്ഥയിലേക്ക്, ഫൈബ്രോസിസും സിറോസിസിലും അതിലേക്ക് പോകാണ്ടിരിക്കാനൊക്കെ കുറച്ചൊക്കെ സഹായിക്കും. അത് പഠനങ്ങൾ പറയുന്നതാണ്. പിന്നീട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഈ പച്ചക്കറികളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ അകത്ത് ഫൈബർ ഉള്ളതുകൊണ്ടാണ്. ഫൈബർ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറയും, നമ്മുടെ വയറിൻ്റെ മൂവ്മെൻറ്റ് കൂടും, നല്ല ബാക്ടീരിയ വരും. ഇങ്ങനെ പല പല ഗുണങ്ങളാണ് ഫൈബറിനുള്ളത്. അപ്പോൾ ഫൈബർ ഉള്ളത് പച്ചക്കറി മാത്രമല്ല, നമ്മുടെ മട്ടേരി ആണെങ്കിലും അല്ലെങ്കിൽ മില്ലറ്റ്സ് ആണെങ്കിലും അങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് ഫൈബറുള്ള സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നീട് പറയുന്ന പ്രോട്ടീൻ. നമ്മുടെ എന്ത് ഭക്ഷണം കഴിച്ചാലും അതിൻ്റെ അകത്ത് ഒരു 20 തൊട്ട് 30% വരെ ഓരോ പ്ലേറ്റിലും പ്രോട്ടീൻ വേണമെന്നാണ് പറയാം. അപ്പോൾ അത് പ്രോട്ടീൻ നമുക്ക് ആനിമൽ സോഴ്സിൽ നിന്നും വരാം. ആനിമൽ സോഴ്സുള്ള പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മുട്ട, അല്ലെങ്കിൽ പനീർ, പാല്, ഇതൊക്കെ ഇതിനകത്തൊക്കെ അനിമൽ സോഴ്സ് ഓഫ് പ്രോട്ടീൻ. പിന്നെ പ്ലാന്റ് ഉണ്ട്. പ്ലാന്റ്സിനകത്ത് വരുന്ന പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പയറുവർഗ്ഗങ്ങളായി, നമ്മുടെ ചെറുപയർ, വൻപയർ, കടല, ഇതെല്ലാം നമ്മുടെ ഡയറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ സോയാബീൻ, ഇതൊക്കെ പ്രോട്ടീൻ്റെ നല്ല സോഴ്സാണ്. അപ്പോൾ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ച് ഒരു 30% പ്രോട്ടീൻ ആക്കുന്നത് നല്ലതായിരിക്കും. ഒരു ദിവസം 2-3 ഡ്രിങ്ക്സ് എടുത്തു കഴിഞ്ഞാൽ ലിവർ സിറോസിസ് വരാൻ, ഒരു 10 വർഷം കൊണ്ട് ലിവർ സിറോസിസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫാറ്റി ലിവർ ഉള്ള പല ആളുകളിലും, അതായത് ഭൂരിഭാഗം ആളുകളിലും ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് മദ്യപാനമാണ്. അപ്പോൾ മദ്യം എത്ര കുടിക്കണമെന്ന് വെച്ചാൽ ഒരു തുള്ളി പോലും കുടിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.